കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർത്തൃ വീടിന്റെ വരാന്തയിലാണ്. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ഈ ദുരവസ്ഥയുണ്ടായത്. ഞാനിന്ന് ന്യൂസ് സൈറ്റിലൊരു വാർത്ത കണ്ടു. ആ വാർത്ത എങ്ങനെയാണ്, തൊലാക്ക് ചൊല്ലിയ ഭാര്യയെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ല, എന്നിട്ട് വീടിൻ്റെ വരാന്തയിലാണ്, മുമ്പാരത്ത്, അതായത് സിറ്റ് ഔട്ടിലാണ് ഈ ഒരു ഹസീന എന്ന് പേരുള്ള കോഴിക്കോടുള്ള ഒരു യുവതിയും അതിൻ്റെ ഒരു മകനും ജീവിക്കുന്നത്. വളരെ സങ്കടപ്പെടുന്ന ഒരു വാർത്ത. കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർത്തൃ വീടിന്റെ വരാന്തയിലാണ്. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ഈ ദുരവസ്ഥയുണ്ടായത്. 5 വർഷം മുൻപാണ് ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ തലാഖ് ചൊല്ലിയത്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറ്റുകയായി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബേജാറ്. കുറച്ച് ദിവസങ്ങളായിട്ട് 4-5 ദിവസങ്ങളായത്ര ഈ ഒരു ഹസീന എന്ന് പേരുള്ള ഒരു യുവതി, അതിൻ്റെ ഒരു മകന്, പിന്നെ ഹസീനയുടെ ഉമ്മൊക്കെ കൂടിയിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. പക്ഷേ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. ഭർത്താവിൻ്റെ വീട്ടുകാർ വീട് പൂട്ടിപ്പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ കല്യാണം കഴിച്ച സമയത്ത് നല്ലപോലെ ജീവിച്ചിരുന്നു. ഇവർ പറയുന്നത് ഒരു 50 പവൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 42 പവനോളം ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ എടുത്തു. ബാക്കി 8 പവൻ ഇവരെ കയ്യിലുള്ളൂ. അപ്പോൾ ഇവരൊന്നിച്ച് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായി. ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണം, പക്ഷേ ഭർത്താവിന് ഭാര്യയെ വേണ്ട. അപ്പോൾ ഇയാൾ ഡിവോഴ്സ് ചെയ്തിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചതിൽ കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവൾ പറയുന്നത്, ഒന്നുകിൽ എനിക്ക് തരാനുള്ള 42 പവൻ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ വീട് എനിക്ക് വേണം. അങ്ങനെ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇവർ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ന്യൂസ് സൈറ്റിലൊക്കെ വലിയ വാർത്ത. ഇതിൻ്റെ മറുഭാഗം നമുക്കറിഞ്ഞൂടാ. അന്വേഷണത്തിൽ മനസ്സിലായൊരു കാര്യം, ഇത്രയും സ്വർണ്ണങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല, പണമൊന്നും വാങ്ങിയിട്ടില്ല. ഒത്തുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് ചെയ്തു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. 7000 രൂപയെങ്ങാനും ചിലവിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട് പാകില്ല, 5000 രൂപ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വല്ലപ്പോഴും കിട്ടലുള്ളൂ എന്നൊക്കെയാണ് യുവതി പറയുന്നത്. ആ യുവതി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കും. ഭർത്താവ് അംഗീകരിക്കണില്ല, ഭാര്യയാണെന്ന് അംഗീകരിക്കണില്ല. ഭർത്താവ് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയതാണ്, തലാക്ക് ചെല്ലിയതാണ്, എന്താണെന്നൊന്നും പറയണില്ല. ഭർത്താവിന് 50 പവൻ സ്വർണം കൊടുത്തിരുന്നു. അതിൽ 8 പവൻ സ്വർണം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഭർത്താവ് 42 പവൻ സ്വർണം എടുത്തുക്കണ്. അത് ഭർത്താവ് അതും തരുന്നില്ല, കാരണം പറയണില്ല. എനിക്ക് എന്നെ വേണ്ട. ഞാൻ ഇപ്പോൾ കോടതി ഉത്തരവോടാണ് വന്നത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ. ഭർത്താവ് വാതിൽ തുറക്കണില്ല, ഭർത്താവ് ഒളിച്ച് നിൽക്കുകയാണ്. ഞാനിപ്പോൾ കളിയിലാണ് നിൽക്കുന്നത്. ഭർത്താവ് രംഗത്തേക്ക് കൊണ്ട് വരുന്നില്ല. ഭർത്താവിനോട് ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഭർത്താവ് ആര് വിളിച്ചാലും രംഗത്തേക്ക് എത്തണില്ല. എനിക്ക് ഇതിനൊരു നീതി കിട്ടണം എന്നുള്ളതിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. മോൻ്റെ സ്കൂൾ മുടങ്ങുകയാണ്, മദ്രസ മുടങ്ങുകയാണ്. മോനാണെങ്കിൽ കെടുക്കാൻ കഴിയണില്ല, രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ട്, കറണ്ടിന് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അതൊക്കെ അവര് ബ്ലോക്ക് ആക്കിയിട്ടൊക്കെയാണ്. കറണ്ടൊക്കെ ഭയങ്കര ഒരു ഇതിലാണ് നിൽക്കുന്നത്, പ്രയാസത്തിലാണ്. വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. വാതില് വന്നന്ന് ഞാൻ ഇവിടെ ഉണ്ടായപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നിട്ടടി പുറത്തുനിന്ന് പറഞ്ഞാണ് വാതിൽ പൂട്ടി പോയതാണ് ഉപ്പ. എന്നിട്ട് എന്താണ് ഈ വിവാഹം കഴിച്ചിട്ട് എത്ര വർഷമായി? തുടക്കം മുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ 3 കൊല്ലത്തോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2018 പെരുന്നാൾ കൂടാൻ പോയതാണ്. അന്ന് ആ ഭർത്താവ് പറഞ്ഞ് നല്ല രീതിയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരുക പറഞ്ഞ്. ആ ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നപ്പം ഭർത്താവ് വാതിലടച്ചിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ് തുടർച്ചയായി കളിക്കുന്നത്. ഞങ്ങള് എന്താ ഒന്നും പറഞ്ഞില്ല. അപ്പം ഭർത്താവ് മറ്റൊരു ഭാര്യൻ്റെയും കുട്ടീൻ്റെയും കൂടെ സുഖമായി കഴിയാണ്. നിങ്ങളോട് എന്തെങ്കിലും ശല്യമൊക്കെ ചെയ്യുമായിരുന്നോ? ഈ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നോ? ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇത് ഭയങ്കര ഒരു ഇതാണ്. ഭർത്താവ് പറയാം വിദ്യാഭ്യാസം നിറക്കുറവോ, അത് ഭയങ്കരമായിട്ട് ഭർത്താവ് പറയുന്നുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് നിറക്കുറവാണ്, 2 മൂത്തച്ഛകളും നിറമുണ്ട്, ഇജ് അതേമാതിരി അല്ല, ഇതൊക്കെയാണ് ഭർത്താവ് പറയുന്നത്. പിന്നെ വെച്ചാൽ വയസ്സ്, അതും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. വയസ്സ് പറഞ്ഞാൽ എനിക്ക് 22ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ഇവർക്കൊക്കെ താത്താർക്കൊക്കെ പറഞ്ഞാൽ 18 ഇവിടെ നിന്നാണ് തയ്ഞ്ഞതെന്ന്. അതിപ്പോൾ എൻ്റെ ഒരു കുറ്റമല്ലല്ലോ. അപ്പോൾ മോന്റെ കാര്യം പ്രശ്നം ഉണ്ടാക്കുകയാണ്. മോനെ പറഞ്ഞാല് ബുദ്ധി ഇല്ലാന്ന്. ഇത് 1 വയസ്സാവാനായിട്ട് മുന്നേ എങ്ങനെ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാകാന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഉപ്പാനോട് എന്നോട് പറയാ ഇതൊക്കെ നിങ്ങൾ കൊണ്ട് കാണിക്ക് കുട്ടീനെ. പിന്നെന്ന് വെച്ചാൽ ഒരു കുട്ടി ഓരതല്ല എന്നുള്ളൊരു ഉന്നയിക്കലും ഉണ്ടായിരുന്നു അവര്. അതും ഞങ്ങൾ പറയണ്ടേ, അതും അവര് അംഗീകരിക്കണില്ല. മോനെ അവരെ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ അവരിങ്ങനെ ഇട്ട് കെടുത്തൂലല്ലോ, അവർ തിരിഞ്ഞു നോക്കൂലേ. ഇത്രയും ദിവസമായി ആ കുട്ടി അവിടെ നിൽക്കണേ, എൻ്റെ ഓടി നിൽക്കൽ തുടങ്ങിയിട്ട്.
ഈ തലാക്ക് ചൊല്ലിയത് നിയമപരമാണോ? നിങ്ങൾ അറിയാതെയാണോ ഈ തലാക്ക്? തലാക്ക് ഞാൻ അറിയാതെയാണ് ചൊല്ലിയത്. അതിൽ തലാക്കിൽ എഴുതിയത് എനിക്ക് അവരെ വേണ്ടാന്നാണ് എഴുതിയത്. അതുകൊണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോന്ന്. ഒന്നിക്ക് എനിക്ക് അവരെ വേണം, അവരെ കൂടെ ജീവിക്കാൻ. എല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ 42 പവന് സ്വർണം 90,000 രൂപ ഉണ്ട്. അത് എൻ്റെ കൈവരിക്ക് കിട്ടണം. എന്നാൽ ഞങ്ങൾ തയ്യാറാണ് പോകാൻ, ഒഴിഞ്ഞു പോകാൻ. എല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയും മോനും കൂടെ ജീവിക്കുക. അവര് രണ്ടിനും അംഗീകരിക്കണില്ല. അവര് ചെലവിന് കോടതി 7,000 ഉറുപ്പ്യ പാസ്സാക്കിക്കണേ. അതിൽ 5,000 തരുള്ളൂ എന്ന് എഴുതി കൊടുത്തിക്കണേ. എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാൽ കിട്ടി, അത്ര മാത്രം. 5,000 6,000 ഒക്കെ അങ്ങനെ. ഇന്നലെ ആളുകൾ കാണാനൊക്കെ വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കണം. വന്ന തടിയാണ്. ആങ്ങളാർക്ക് ഇങ്ങോട്ട് ഭക്ഷണമായിട്ട് വരാൻ വയ്യ. ആങ്ങളാരെ തടിയാ. ഇങ്ങോട്ട് എന്തിനാണ് വരുന്നത് എന്ന് വെച്ചുകൊണ്ട്. പിന്നെ വെച്ചാല് എൻ്റെ ഉപ്പാക്ക് 2 ബ്ലോക്ക് കഴിഞ്ഞൊരു മനുഷ്യനാണ് എൻ്റെ ഉപ്പ. ഉപ്പ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വരുമ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇടങ്ങാറാവുന്നുണ്ട്. അതുകൊണ്ടിപ്പോ ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ല ഇതിനിപ്പോ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇത്തരം കേസുകളൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ ഇതിൻ്റെ ഒരു മറുഭാഗം കൂടി ഉണ്ടാവും. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് ഇസ്ലാമിനെയാണ് മുത്തലാഖ് ചൊല്ലിയും ഒരു 2 പേര് ജീവിക്കുമ്പോൾ അവർക്ക് തമ്മിൽ ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള സാധനമാണ് ഡിവോഴ്സ്. ഭർത്താവിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ കുടുംബജീവിതം? ഇപ്പോൾ അതായത് ഭാര്യയ്ക്ക് കുടുംബജീവിതം ഒന്നും വേണ്ട, ഭർത്താവ് ഒരാണിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ അല്ലെങ്കിൽ ആവശ്യമാണോ വിവാഹം കഴിച്ച് കുട്ടികളായിട്ട് ജീവിക്കാനുള്ളത്? അല്ലല്ലോ. 2 പേരുടെയും തുല്യ ആഗ്രഹമാണ്. ഒരു ഭർത്താവ് വേണം, ഒരു ഭാര്യ വേണം, കുടുംബം വേണം, അതുമായുള്ള സന്തോഷങ്ങൾ വേണം. അങ്ങനെയാണ് 2 ആളും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് ഇത് വിജയിക്കണില്ലെങ്കിൽ ഭർത്താവിൻ്റെ തലയിൽ വലിയ നഷ്ടപരിഹാരത്തിൻ്റെ ഭാരം കെട്ടിവെക്കുന്നതിൽ എവിടെയാണ് യുക്തി? പണ്ടത്തെ കാലമാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കീഴിൽ മാത്രം ജീവിക്കുന്ന ഒരു ഭാര്യയാകുമ്പോൾ അവർക്ക് പഠിപ്പും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, അവർക്ക് ജോലിയില്ല, ഒന്നുമില്ല. അങ്ങനെ ജോലിയൊന്നും ഇല്ലാതാക്കി കല്യാണം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിനൊരു മറുഭാഗം ഉണ്ടാകും. ആ മറുഭാഗം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാതെ പലരും ആണുങ്ങളെ കുറ്റപ്പെടുത്താൻ വലിയ എളുപ്പമാണ്. ചില ആൾക്കാർ നേരെ കുറ്റപ്പെടുത്താൻ പെണ്ണുങ്ങളെ കൊണ്ട് ഒഴിഞ്ഞു പോക്കൂടെ? ഇത് രണ്ടും പ്രാക്ടിക്കലായ ഒരു സംഗതിയല്ല. എല്ലാ കേസിലും നമ്മൾ ആണുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. വിവാഹമോചനം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പെണ്ണിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് ഇന്ന വിവാഹമോചനം ചെയ്യുന്നതൊക്കെ ഇഷ്ടമല്ല, ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാലും വിവാഹമോചനമാവും. ഇത് കൃത്യമായി പറഞ്ഞാൽ 2 വ്യത്യസ്ത അഭിരുചിയുള്ള ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നതാണല്ലോ വിവാഹം. അപ്പോൾ 2 കൂട്ടർക്കും താല്പര്യമാണ്. അപ്പോൾ അതൊന്നിച്ച് കൊണ്ടുപോകാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ മേത്ത് മാത്രം നഷ്ടപരിഹാരം എന്ന് പറയുന്ന ഒരു ഭാരം കൊണ്ടുവരുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും കുഞ്ഞ് വലുതാവുന്നത് വരെ കുഞ്ഞിൻ്റെ നോക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്, മാതാവിനാണ്. പക്ഷേ അതിൻ്റെ ചിലവിന് ആര് കൊടുക്കണം? ഭർത്താക്കന്മാർ കൊടുക്കണം. പലയിടത്തും സംഭവിക്കുന്നവർ ഇത്തരം കേസുകളിൽ ഭർത്താക്കന്മാർ ഒരു ഉറുപ്പ്യ കൊടുക്കില്ല. ആ കുഞ്ഞിനെ അവഗണിച്ചിട്ടാണ് ഈ ഭർത്താക്കന്മാർ ചെയ്യുക. അത് ഭയങ്കര മനുഷ്യത്വ വിരുദ്ധമാണ്. പിന്നെ ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണങ്ങളും മറ്റും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കുക. ചില കേസുകളിൽ സ്ത്രീകളുടെ ഭാഗത്തായിരിക്കും ന്യായം, ചില കേസുകളിൽ ആണുങ്ങളുടെ ഭാഗത്തായിരിക്കും. ചിലപ്പോൾ 2 കൂട്ടരുടെ കാര്യം ന്യായം ഉണ്ടാവും. ഒരുപാട് സ്ത്രീകൾ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എന്ത് സമാനമായ പ്രശ്നങ്ങൾ? ഇതേപോലെ വിവാഹം കഴിച്ച് പല കാരണങ്ങളാൽ ഒഴിയേണ്ടി വരുന്ന, അവർക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറല്ല. ഇത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത് 2 കൂട്ടർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ നിർബന്ധിപ്പിച്ചോ കോടതിയിലെ ഉത്തരവോട് കൂടിയിട്ടൊന്നും സ്നേഹം ഉണ്ടാക്കാൻ പറ്റൂല. മനുഷ്യന്മാർ 2 വ്യത്യസ്ത അഭിരുചികളുള്ള ആളുകളാണ് ഈ ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർക്കിടയിൽ എന്തായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണില്ലേ, എന്തിനൊരു കുഴപ്പമുണ്ടെന്ന് ഓർക്കുക. സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ മനുഷ്യന്മാരോട് മാത്രം ഇടപഴകിയാൽ പോരാ, മൃഗങ്ങളോടും കൂടി ഇടപഴകണം. ആടുകളെ മേക്കാത്തൊരു പ്രവാചകനും ഇല്ല എന്നുള്ളതാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? മൃഗങ്ങളോട് ഇടപഴകുമ്പോഴാണ് നമ്മുടെ സ്നേഹം. നിങ്ങൾ പൂച്ചകളെ കണ്ടിട്ടുണ്ട്, പൂച്ചകളെ പോലെ ആവണം മനുഷ്യർ എന്നാണ്. പൂച്ചയ്ക്ക് എപ്പോഴും മനുഷ്യന്മാരെ സ്നേഹം വേണ്ട, പൂച്ചക്ക് ആവശ്യമുള്ളുമ്പോഴേ വേണ്ടുള്ളൂ. പിന്നെ പൂച്ച സ്വതന്ത്രമായിട്ട് നടക്കും. ഇതേപോലെ ആവണം മനുഷ്യനും. എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ഇതാണ് പല സ്ത്രീകൾക്കും പറ്റുന്നത്. നിങ്ങൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കല്ലേ. നിങ്ങൾ ഒരു വിവാഹം എന്നുള്ളത് മാത്രമല്ല ആത്യന്തിക ലക്ഷ്യമല്ല. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി എടുക്കാനുള്ള ഒരു നേടുക. വിവാഹം കഴിച്ചിട്ട് ഒത്തുപോണില്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് പിരിയുക. നിങ്ങൾ നിങ്ങളുടെ വാപ്പിയും ഉമ്മയും കൊടുക്കണ സ്വർണം കൊണ്ട് നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾ ഗിഫ്റ്റായിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. എന്തായാലും ഇത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. ഒരു വീടിൻ്റെ വരാന്തയിലൊക്കെ കിടക്കേണ്ടി വരുന്നത് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടായിരിക്കണം, ഒരു അറ്റൻഷൻ കിട്ടാനായിരിക്കണം. അവർക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതിൻ്റെ ഒരു മറുഭാഗം, ആണുങ്ങളുടെ ഭാഗത്ത് പലപ്പോഴും ആണുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും സംസാരിക്കുക. എല്ലാ മാധ്യമങ്ങളും ഞാൻ അറിഞ്ഞിടത്തോളം പല കേസുകളും ആണുങ്ങൾ നിരപരാധിയായിരിക്കും, അല്ലെങ്കിൽ 2 കൂട്ടരുടെ കയ്യിലും പിഴവുണ്ടാകും. പക്ഷേ മാധ്യമങ്ങൾ വരുമ്പോൾ പുരുഷന്മാരെ കുറ്റപ്പെടുത്തുന്നവരാണ് കൂടുതലായിട്ട് കണ്ടുവരാറ്. എന്തായാലും ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അതിലൊക്കെ ഒരു ഇസ്ലാമിനെ മോശമാക്കുന്ന കമൻറ്റുകളൊക്കെ ഒരുപാട് കണ്ടത്. എല്ലാ മതങ്ങളിലും ഈ വിഷയമുണ്ട്. സന്തോഷവും സമാധാനവും രണ്ടു കൂട്ടർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.